രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിലുള്ളത് ഗുരുതരമായ ആരോപണങ്ങളാണ്. മൂന്നിടങ്ങളിൽ വെച്ച് തന്നെ ലൈംഗികമായി രാഹുൽ പീഡിപ്പിച്ചു എന്നാണ് യുവതി നൽകിയ പരാതിയിലുള്ളത്. ഇതുകൂടാതെ നഗ്നദൃശ്യങ്ങൾ പകർത്തുകയും ആ ദൃശ്യങ്ങൾ ഭീഷണിപ്പെടുത്താൻ ഉപയോഗിക്കുകയും ചെയ്തുവെന്നാണ് എഫ്ഐആറിലെ ആരോപണം. ഇതനുസരിച്ച് രാഹുലിനെതിരെ ഗുരുതരമായ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. 10 വർഷം മുതൽ ജീവപര്യന്തം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് രാഹുലിനെതിരെ കേസ് എടുത്തിരിക്കുന്നത്. ഗർഭിണിയാണ് എന്ന് അറിഞ്ഞുകൊണ്ട് ബലാത്സംഗം ചെയ്തുവെന്നും പുറത്തു പറഞ്ഞാൽ ജീവിതം നശിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും യുവതി അന്വേഷണ സംഘത്തിന് മൊഴി നൽകുകയും ചെയ്തിട്ടുണ്ട്. മാർച്ച് 4-നാണ് രാഹുൽ യുവതിയെ ആദ്യം പീഡിപ്പിച്ചത്. മാർച്ച് 17-ന് യുവതിയുടെ നഗ്ന വീഡിയോ ഫോണിൽ പകർത്തുകയും പുറത്തു പറഞ്ഞാൽ ജീവിതം നശിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. 2025 ഏപ്രിൽ 22 തലസ്ഥാനത്തുള്ള ഫ്ളാറ്റിലെത്തി വീണ്ടും വീഡിയോ കാണിച്ച് വീണ്ടും പീഡിപ്പിച്ചു. യുവതി ഗർഭിണിയാണെന്ന് അറിഞ്ഞിട്ടും വീണ്ടും ബലാത്സംഗം ചെയ്തുവെന്നും എഫ്ഐആറിൽ പറയുന്നു. 2025 മെയ് 30-നാണ് പത്തനംതിട്ടയിലെ സുഹൃത്ത് ജോബി വഴി ഗർഭചിത്രമരുന്ന് തിരുവനന്തപുരത്ത് എത്തിച്ചത്. പിന്നീട് കൈമനത്ത് നിന്നും കാറിൽ വെച്ച് നിർബന്ധിച്ച് ഗുളിക കഴിപ്പിക്കുകയും വീഡിയോ കോൾ വഴി മരുന്നു കഴിച്ചത് ഉറപ്പിച്ചുവെന്നും എഫ്ഐആറിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. BNS 64, 89, 115, 351 വകുപ്പുകളും IT നിയമത്തിലെ 66C അടക്കമുള്ള വകുപ്പുമാണ് രാഹുലിനെതിരെ ചുമത്തിയിരിക്കുന്നത്. BNS 64 പ്രകാരം ബലാത്സംഗത്തിന് കുറഞ്ഞത് 10 വർഷം മുതൽ ജീവപര്യന്തം വരെ തടവ് ശിക്ഷ ലഭിക്കാം. വാറന്റ് കൂടാതെ പോലീസിന് പ്രതിയെ അറസ്റ്റ് ചെയ്യാനും കഴിയും. സ്ത്രീയുടെ അനുമതിയില്ലാതെ നിർബന്ധിത ഗർഭചിത്രം നടത്തുന്നതിന് എതിരെയുള്ളതാണ് BNS 89 വകുപ്പ്. ഇതിനും 10 വർഷം മുതൽ ജീവപര്യന്തം വരെയാണ് തടവ് ശിക്ഷ. രാഹുൽ മാങ്കൂട്ടത്തിൽ നിർബന്ധിച്ച് അശാസ്ത്രീയമായ രീതിയിൽ ഗുളിക നൽകി ഗർഭചിത്രം നടത്തിയെന്നാണ് അതിജീവിത പരാതി നൽകിയിരിക്കുന്നത്. BNS 115 പ്രകാരം മനഃപൂർവ്വമായി ദേഹോപദ്രവം ഏൽപ്പിച്ചുവെന്ന 1 വർഷം തടവ് ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പും ഭീഷണിപ്പെടുത്തി സമ്മർദ്ദത്തിലാക്കുന്നതിന് 2 വർഷം വരെ തടവ് ലഭിക്കാവുന്ന BNS 351 വകുപ്പും ചുമത്തിയിട്ടുണ്ട്. ചാറ്റുകളും ഡിജിറ്റൽ തെളിവുകളും ഉള്ളതിനാൽ IT നിയമത്തിലെ വകുപ്പുകളും ചുമത്തിയിട്ടുണ്ട്. ഏതെങ്കിലും വ്യക്തിയുടെ ഡിജിറ്റൽ കാര്യങ്ങൾ വഞ്ചനാപരമായി ഉപയോഗിക്കുന്നതിന് എതിരെയുള്ള IT നിയമത്തിലെ 66C വകുപ്പ് പ്രകാരം 3 വർഷം വരെ തടവും 1 ലക്ഷം രൂപ വരെ പിഴയും ലഭിക്കും. യുവതിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ വലിയമല പോലീസ് കേസെടുത്ത് നേമം സ്റ്റേഷനിലേക്ക് കൈമാറിയിട്ടുണ്ട്. 3 വെച്ച് കുറ്റകൃത്യം നടന്നുവെന്ന നിഗമനത്തിലാണ് പോലീസ്. ആദ്യ പീഡനം മാർച്ചിലായിരുന്നു. 2 തവണ തിരുവനന്തപുരത്തെ യുവതിയുടെ ഫ്ളാറ്റിലും 1 തവണ പാലക്കാട്ടെ രാഹുലിന്റെ ഫ്ളാറ്റിലും യുവതിയെ പീഡിപ്പിച്ചു. യുവതി ഗർഭചിത്രം നടത്തിയെന്ന് ഉറപ്പുവരുത്താൻ മരുന്ന് കൈമാറിയത് രാഹുലിന്റെ സുഹൃത്ത് ജോബിയാണ്. കാറിൽ വെച്ചാണ് മരുന്ന് കഴിപ്പിച്ചത്. മരുന്ന് കഴിച്ചെന്ന് രാഹുൽ വീഡിയോ കോളിലൂടെ ഉറപ്പുവരുത്തി. ഗർഭചിത്രത്തിന് വിസമ്മതിച്ചപ്പോൾ നഗ്നദൃശ്യങ്ങളുള്ള കാര്യം പറഞ്ഞ് രാഹുൽ ഭീഷണിപ്പെടുത്തിയതായും എഫ്ഐആറിൽ പറയുന്നുണ്ട്. ഇന്ന് രാവിലെയാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത്. യുവതിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്താൻ പോലീസ് ഉടൻ അപേക്ഷ നൽകും. രാഹുൽ മാങ്കൂട്ടത്തിന്റെ സുഹൃത്തിനെയും കേസിൽ പ്രതി ചേർത്തു. അടൂർ സ്വദേശിയായ സുഹൃത്ത് ജോബി ജോസഫിനെയാണ് കേസിൽ പ്രതി ചേർത്തത്. യുവതിക്ക് ഗർഭചിത്രത്തിന് ഗുളിക എത്തിച്ചു നൽകിയത് ഇയാളാണ്. അശാസ്ത്രീയവും നിർബന്ധിതവുമായ ഗർഭചിത്രത്തിന് പ്രേരിപ്പിച്ചു എന്നതാണ് രാഹുലിനെതിരെ ചുമത്തിയിരിക്കുന്ന പ്രധാന കുറ്റം. മെഡിക്കൽ രേഖകൾ യുവതി പോലീസിന് മുന്നിൽ ഹാജരാക്കിയിരുന്നു. ഗർഭചിത്രത്തിന് തയ്യാറല്ലെന്ന് പറഞ്ഞപ്പോഴെല്ലാം ചീത്ത വിളിച്ചു. ബന്ധത്തിൽ നിന്ന് അകലാൻ രാഹുൽ ശ്രമിച്ചു. ഗുളിക കഴിച്ച ശേഷം ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളും രക്തസ്രാവവും ഉണ്ടായി. സർക്കാർ ആശുപത്രിയിലാണ് ചികിത്സ തേടിയത്.